വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അങ്ങ് കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തെ? വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് താങ്കളതിന് വിശേഷിപ്പിച്ചതിനെ ഞാനൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ ഇന്ത്യയിൽ രണ്ട് ചരിത്രപരമായ തെരഞ്ഞെടുപ്പുകളാണ് ഇതോടെ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തേത് അടിയന്തരാവസ്ഥയിലായിരുന്നു. രണ്ടാമത്തേത് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാൻ ഒരു മഹാപണ്ഡിതനായതുകൊണ്ടോ എന്തെങ്കിലും രാഷ്ട്രീയ അധികാര ശക്തികളുടെ അനുഭവത്തിൽ നിന്ന ഒരാളായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു പത്രപ്രവർത്തകൻ. രണ്ടാമത് ഒരു മാർക്സിയൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പോക്കിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഉള്ള എൻ്റെ അഭിപ്രായം പറയാം. അതിന് എത്രമാത്രം സാങ്കത്യമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അത് ഒന്നാമത് ഞാൻ കഴിഞ്ഞ 3-4 വർഷമായി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടി അനിൽ ഇന്നലെ സന്ധ്യയ്ക്ക് എന്നെ വിളിച്ച് ഈ കാര്യം ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ അഭിമുഖമായിട്ടാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ ഒരു സുരേഷ് ഗോപിക്കും മോദിക്കും ഒക്കെ കിട്ടിയതിനേക്കാളും വലിയൊരു ബഹുമതിയാണ് എന്നെപ്പോലെയുള്ള ഒരു പത്രക്കാരനെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഞാൻ കരുതുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ആണ് സ്വാഭാവികമായും ഇത്രയും വലിയൊരു പത്ര കണ്ടിജൻറ്റിനെ എൻ്റെ ഈ ചെറിയ ഒരു അഭിപ്രായ പ്രകടനം കേൾക്കാൻ എത്തിച്ചിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ കണ്ടു, അടിയന്തരാവസ്ഥയിലെ തെരഞ്ഞെടുപ്പിന് പിറകെ ഉണ്ടാവാത്ത വലിയ സംഭവ വികാസങ്ങൾ നമ്മൾ മീഡിയകളിൽ കണ്ടു, ചാനലുകളിൽ കണ്ടു. ഭരണത്തിലിരിക്കുന്ന കക്ഷിക്ക്, അതിൻ്റെ മുന്നണിക്ക് 400-ലേറെ വോട്ടുകൾ കിട്ടുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഫലം വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച നമ്മളുടെ വിശാരദന്മാർ ചാനലിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നൊരു ചിത്രം നമ്മൾ കണ്ടു. ആ ഇന്ത്യ ടുഡേയുടെ ചാനലിൽ നമ്മൾ കണ്ടതാണത്. അതുപോലെ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഒരു മാർക്സിയൻ നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഈ ലോകത്ത് ഓരോ രാജ്യത്തും അവിടെ ഭരിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ഭരണകക്ഷിയും അവിടുത്തെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളും തമ്മിൽ എന്നും ഒരു ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കും. പല കോണുകളിലും പല തലങ്ങളിലും പല വിധത്തിലായിട്ട്.
ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ, ഇത് തടയപ്പെടുമ്പോൾ, ഈ അഭിപ്രായ പ്രകടനങ്ങളും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അത് തടയപ്പെടുമ്പോൾ ഒരു ചരിത്രപരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജനങ്ങളിൽ നിന്നുണ്ടാവും. അത്തരമൊരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ 77 കണ്ടത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ മറ്റൊരു പത്രപ്രവർത്തക സുഹൃത്ത്, ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം അവരുടെ പത്രം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ ബാധിക്കും ഫലം വരുമ്പോൾ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെയോ 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെയോ കണക്കുകളെ അടിസ്ഥാനമാക്കി പരിശോധിക്കേണ്ട ഒന്നായിരിക്കില്ല 2024 തിരഞ്ഞെടുപ്പ് ഫലം. അതിൽ പിണറായി വിജയനും CPM ഒക്കെ അതിൽ വളരെ വളരെ അപ്രസക്തമായ ഘടകങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം 77 അടിയന്തരാവസ്ഥയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ജനങ്ങളുടെ ഒരു അദൃശ്യ ശക്തി അതിശക്തമായി ഒരു പ്രഹരമേൽപ്പിച്ചു. അതുപോലുള്ള ഒരു അദൃശ്യ ശക്തി ഈ തിരഞ്ഞെടുപ്പിൽ 2024 തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലല്ലേ കേരളത്തിലെ വോട്ടെടുപ്പ് നടന്ന്, രണ്ടാം ഘട്ടമാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്, മാസത്തോളമുണ്ട്. ഇതിനിടയിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല, ആർക്കും കഴിയില്ല, ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും. അപ്പോൾ തീർച്ചയായും അതുണ്ടാക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ആവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാനൊരു ജ്യോതിഷക്കാരനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ എന്നുള്ള നിലയ്ക്കല്ല, ഏതൊരു ശരാശരി ആയ ഒരാൾക്കും, ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക്, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോടല്ലാതെ കൂറ് കാണിക്കാതെ സത്യസന്ധമായി നിരീക്ഷിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലാവുമായിരുന്നു. അത് മനസ്സിലാവണമെങ്കിൽ ഈ നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനും അത് പിന്നീട് റിപ്പബ്ലിക് ആയതിനും ശേഷം ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയും ചരിത്രം മനസ്സിലാവണം. ആ ചരിത്രം അത് മനസ്സിലാവുമ്പോഴാണ് ഇതെങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഈ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ സംഭവം എന്താ? യഥാർത്ഥ സംഭവം മെറ്റീരിയലായിട്ട്, ഭൗതികമായിട്ട് നോക്കിയാൽ അതിനെ ഒരു മാർക്സിയൻ വിശകലനത്തിന് വിധേയമാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റും. ഭൗതികമായിട്ട് നോക്കിയാൽ എന്തുണ്ടാക്കിയ ഫലം എന്താ? മോദി 2019 പ്രധാനമന്ത്രിയായിരുന്നു. മോദി 2024 മൂന്നാം ഊഴം. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് എപ്പോഴും ഏകാധിപതികളായിട്ടുള്ള ആളുകൾ
വ്യാജമായ വസ്തുതകൾ ഉയർത്തിക്കാട്ടിയാണ് തങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോൾ മോദിയും ചെയ്തിരിക്കുന്നത്. മോദി പറഞ്ഞത് നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും മൂന്നാം ഊഴം കൈവരിച്ചിട്ടില്ല. സത്യമല്ലേ? സത്യമാണ്. അതിപ്പോൾ പ്രതിപക്ഷവും പിന്നെ നമ്മൾ മാധ്യമക്കാരും പ്രത്യേകിച്ച് ഈ തോൽവി എടുത്ത BJP ഒക്കെ വിചാരിക്കുക അത് ശരിയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം. പക്ഷെ സത്യമാണോ? എങ്ങനെയാ നെഹ്റു ഒരു മൂന്നാം ഊഴം പിന്നെ അദ്ദേഹത്തിന് ജനപിന്തുണ കിട്ടാതെ ആയതുകൊണ്ടാണോ? ഒരു ഹൈപ്പോത്തറ്റിക്കലി നമ്മളൊന്ന് പരിശോധിക്കാം. 62 മരിച്ചുപോയ നെഹ്റു ഒരു മൂന്നാം ഊഴത്തിന് ഇലക്ഷന് നിൽക്കുമോ? അതിന് ഒരു മൂന്നാം ഊഴത്തിന് ജീവിക്കാൻ കഴിയാതെ പോയ ഒരു പ്രധാനമന്ത്രിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വലിയ ചരിത്ര സംഭവത്തിലേക്ക് രാജ്യത്ത് നയിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കാണിക്കുന്നത് അത് ചരിത്രവിരുദ്ധമാണ്. ഒരു കപട ചരിത്രം വീണ്ടും ഈ ഭരണവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. അതാണ് സെൻട്രൽ പാർലമെൻറ്റിൻ്റെ പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നമ്മൾ ആദ്യം കണ്ട നാടകം. നമ്മുടെ രാജ്യത്തുണ്ടായ പ്രധാനമന്ത്രിമാരിൽ ഈവൻ നമ്മളുടെ നരസിംഹറാവു അദ്ദേഹത്തിന് പോലും കിട്ടിയ ഭൂരിപക്ഷത്തിന് പിന്നിലാണ് മോദി വാങ്ങിയ ഭൂരിപക്ഷം എന്നുള്ളത് നമ്മളൊന്നെടുത്ത് കണക്കെടുത്ത് പരിശോധിക്കും. എല്ലാ പ്രധാനമന്ത്രിമാരും എന്നുവെച്ചാൽ ഭൂരിപക്ഷത്തിൻ്റെ ആ ശതമാനത്തിൻ്റെ പിറകിലാണ്. അദ്ദേഹത്തിന് 1,00,000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തിരഞ്ഞെടുപ്പിലുണ്ടായത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പാർലമെൻറ്റിൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം 303 അംഗങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പാർലമെൻറ്റിൽ ഗവൺമെൻറ് രൂപീകരിക്കണമെങ്കിൽ 272 അംഗങ്ങളുണ്ടായിരിക്കണം ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ കൊലീഷന്. അപ്പോൾ 303 അംഗങ്ങളുണ്ടായിരുന്നു. പാർലമെൻറ്റിലെ മൊത്തം എണ്ണത്തിൻ്റെ 56% അത്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു പത്രം എടുത്തിരുന്നു ഞാൻ, അവിടെ ഉണ്ടോ? മനോരമ ഇല്ല അല്ലേ? എന്തോ ആട്ടെ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഈ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള 272 എന്നുള്ള മാന്ത്രിക അക്കത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ആരംഭിച്ച്
ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ അവസാനിപ്പിച്ച ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ അവസാനം ഇന്ത്യയിലൊരു ചരിത്രമായിട്ടുണ്ട്. അത് ഇൻവിസിബിളാണ്. 19 തൊട്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഒരു ഏകകക്ഷി ഭരണമാണ് നടത്തിയത്. ഈ ഏകകക്ഷി ഭരണത്തെ ജൂൺ 4 രാത്രി മാറ്റുന്ന ഒരു അദൃശ്യമായി മാറ്റുന്നൊരു ചരിത്ര സംഭവം കണ്ടത്. മോദി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയുടെ നേതാവായി ജയിച്ചു എന്നതാണ് നമ്മൾ ദൃശ്യമായി കണ്ട ഭൗതികമായ ചിത്രം. പക്ഷേ മറ്റത് നമ്മൾ കണ്ടില്ല. അതോടുകൂടി ആ ഇൻവിസിബിളായിട്ടുള്ള ചരിത്രം എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു? ഈ ശനിയാഴ്ച ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു മോദി നേരത്തെ തീരുമാനിച്ചു ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ. അതിന് ചരിത്രപരമായൊരു കാരണമുണ്ട്. ശിവജി അദ്ദേഹത്തിൻ്റെ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് ഈ ജൂൺ 8. അപ്പോൾ ആ ദിവസം സംഘ് പരിവാറിൻ്റെ പുതിയ ഇന്ത്യ 400-ലധികം ഭൂരിപക്ഷമുള്ള ഭരണഘടന ഒറ്റയ്ക്ക് മാറ്റിയെഴുതാനുള്ള അധികാരം നൽകുന്ന തെരഞ്ഞെടുപ്പ് വിധി വരുമെന്നും അപ്പോൾ ഈ ദിവസത്തിൽ അത് നിർവഹിക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പം മാറ്റേണ്ടി വന്നു. കാരണം എന്താ? ഘടകകക്ഷികൾ വന്ന് അവരുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് അതൊരു പ്രമേയമായി അംഗീകരിച്ച് രാഷ്ട്രപതിക്ക് കൊടുത്താലേ മോദിക്ക് പ്രധാനമന്ത്രിയാവാൻ കഴിയൂ എന്നുള്ള ഇത് വന്നു. അപ്പോൾ ഈ ഒരു വലിയ ചരിത്രമാറ്റം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിനെ പറ്റി നമ്മൾ ശരിക്കും പരിശോധിക്കണം. അന്ന് രാത്രിയിൽ ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. മോദി പ്രധാനമന്ത്രിയായി തുടരും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിവേഷവും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും എല്ലാം തകർന്നുകൊണ്ടുള്ള ഒരു മോദിയായിരിക്കും പ്രധാനമന്ത്രിയാവുക. കാരണം ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം തിരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചു. ബഹുകക്ഷി ഭരണം ഇന്ത്യയിൽ വന്നിരിക്കുന്നു എന്നാണ് അന്ന് 14 രാത്രി പുലർച്ചെ അവിടെ ന്യൂയോർക്ക് ടൈംസിൽ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ തലക്കെട്ടും അതിൻ്റെ ആദ്യ പേരെയും. ഇതാണ് സംഭവിച്ചത് എന്ന് ആണ് താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്. ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെ എങ്ങനെ ഒക്കെ വരും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നിരീക്ഷിച്ച് കാണുകയല്ലാതെ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല.